നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. വയനാട് ടൗൺഷിപ്പിനുമായി ഭൂമി ഏറ്റെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ഇടപെടാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ പ്രശ്നം ഉന്നയിക്കാൻ ഹർജിക്കാരോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം മുഴുവൻ നൽകുന്നതുവരെ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നത് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകാതെയുള്ള നിയമവിരുദ്ധ ഭൂമി ഏറ്റെടുക്കലാണ് സർക്കാരിൻ്റേതെന്ന ഉൾപ്പെടെയുള്ള വാദമാണ് എൽസ്റ്റൺ ഉടമകൾ കോടതിയിൽ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് വിവിധ വിഷയങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണെന്നും കോടതി പരിഗണിച്ചു. കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് ബൈപ്പാസിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 64.47 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള തീരുമാനം. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കൽ നടപടി തുടങ്ങിയത്. എന്നാൽ ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റ് ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ച വില വളരെ കുറവാണെന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകളുടെ വാദം. ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റ് ഭൂമിയുടെ കെട്ടിടങ്ങൾ, മരങ്ങൾ, തേയിലച്ചെടികൾ, മറ്റ് കാർഷിക വിളകൾ എല്ലാം കൂടി ചേർത്ത് 26.56 കോടി രൂപ നൽകാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ 26 വകുപ്പ് പ്രകാരം നഷ്ടപരിഹാര തുക കണക്കാക്കിയാൽ ഇത് വളരെ കുറവായിരിക്കുമെന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകളുടെ വാദം. ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ച ന്യായവിലയിലും കുറവാണെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്.